ഉത്തർപ്രദേശിലെ സംഭൽ ജമാ മസ്ജിദിൽ സർവേക്ക് അനുമതി നൽകിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഹർജിക്കാരൻ പറയുന്നത് സിവിൽ കോടതിയുടെ ഉത്തരവ് ജനദ്രോഹം ഉണ്ടാക്കുന്നതെന്നാണ്. സമാധാനവും ഐക്യവും ഉറപ്പാക്കണമെന്ന് ഭരണകൂടത്തോട് പറയുന്നുണ്ട് സുപ്രീം കോടതി. അനിഷ്ടകരമായ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ജില്ലാ ഭരണകൂടം പ്രശ്നപരിഹാരത്തിനായി സമാധാന സമിതി രൂപീകരിക്കണം എന്നൊക്കെ സുപ്രീം കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബൽറാം നിങ്ങൾ ചേരുന്നു. ബൽറാം, ഈ സംഭാൽ മണിപ്പൂർ സംഘർഷങ്ങളിലും കാര്യമായ രീതിയിൽ തന്നെ പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധമുയർത്തുകയാണല്ലോ. അതിൽ ഒരു കേന്ദ്ര നിലപാട് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നതിനപ്പുറം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ പറയുന്ന ആരോപണങ്ങളോട് കേന്ദ്ര നിലപാട് എന്താണ് ബൽറാം? ഹഷ്മി, ഈ വിഷയത്തിൽ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3 ദിവസവും പ്രതിപക്ഷ അംഗങ്ങൾ സംഭലിലെ സംഘർഷം സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നും അതിൻ്റെ ഗൗരവ സ്വഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നോട്ടീസുകളാണ് നൽകിയത്. എന്നാൽ 2 സഭകളിലും അധ്യക്ഷന്മാർ ഇത് ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. സർക്കാർ ആകട്ടെ ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഇന്ന് സുപ്രീം കോടതി ഈ സംഭാലുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത്. ഈ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയാണ്, അതായത് ഈ ജില്ലാ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഈ ഉത്തരവ് ജനദ്രോഹം ഉണ്ടാക്കുന്നു എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഈ സർവേ നടത്താനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ജില്ലാ കോടതിയുടെ ഉത്തരവിന് എതിരെയാണ് ഈ ഹർജി എന്നുള്ളത്. ഒപ്പം തന്നെ ഇന്ന് സംഭാലിലാകട്ടെ സംഭാൽ ജില്ലാ കോടതിയിൽ ഈ കോടതി നിയോഗിച്ച ASIയുടെ സംഘം ഇന്ന് സർവേ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. സംഭാലിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വലിയ പോലീസ് വിന്യാസം തന്നെയാണ് സംഭാലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോടതി പരിസരത്ത് കനത്ത പോലീസ് വിന്യാസമുണ്ട്. ഒപ്പം ഈ ഷാഹി മസ്ജിദിൻ്റെ പരിസരത്തും ഇന്ന് പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പ്രാർത്ഥനയ്ക്കായി ആളുകൾ എത്തുന്നു. അത് സംഘർഷത്തിലേക്ക് ഉള്ള സാധ്യത ഇത്തരത്തിൽ ഉണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സംഭാൽ സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഗവർണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. 3 അംഗ കമ്മീഷനാകും, ജുഡീഷ്യൽ കമ്മീഷനാകും ഈ സംഭാലിലെ സംഘർഷം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക. അലഹബാദ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ അറോറ അധ്യക്ഷനും ആയ സമിതിയാണ് ഈ ഇത് സംബന്ധിച്ച് സംഘർഷത്തിൽ ഹർജിക്കാർക്ക് താൽക്കാലിക ആശ്വാസം എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.